ധന്യ, അരുൺകുമാറിൻ്റെ വിഷയം, അതായത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചയ്ക്കെതിരെ വലിയ രീതിയിൽ സംസാരിച്ച ആളാണ് അരുൺകുമാർ. ഒപ്പം അരുൺകുമാർ തന്നെ ഒരു ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഒരു കേസിൽ പെട്ടിരിക്കുന്നു. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. റിപ്പോർട്ടർ TV-യോട് വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് വലിയ വാർത്തയൊന്നും ആയിട്ടില്ല, വലിയ കോലാഹലമൊന്നും ആയിട്ടില്ല. അദ്ദേഹം ഇന്നും വാർത്ത വായിക്കാൻ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ രണ്ട് പക്ഷമുണ്ട്. എൻ്റെ ഭാഗം ഞാൻ പിന്നീട് പറയാം. രണ്ട് പക്ഷമുണ്ട്. എങ്കിൽ പോലും എന്തായിരിക്കും ഈ അരുൺകുമാറിൻ്റെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ അദ്ദേഹം തന്നെ ഒരു വിശദീകരണം അതിൽ കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും 63ാമത് സംസ്ഥാന കലോത്സവ വേദിയിൽ ഒപ്പന നടക്കുന്ന സമയത്ത് എല്ലാ ചാനലും അവിടെ ഉണ്ടായിരുന്നു. ചാനലുകളുടെ ഒരു ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കലോത്സവത്തെക്കാൾ അവിടെ കൂടുതൽ കണ്ടത് ചാനലിൻ്റെ 5, 6, 7 പ്രതിനിധികൾ, റിപ്പോർട്ടർമാർ അവിടെ എത്തി അവരുടെ റീച്ച് കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ ആണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത്. കുട്ടികളുടെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറം അവിടെയാണ് ഒപ്പന കഴിഞ്ഞ് വന്ന മണവാട്ടിയെ റിപ്പോർട്ടറോടൊപ്പം ചേർത്ത് നിർത്തി പിന്നീട് റിപ്പോർട്ടറെയും ആ പെൺകുട്ടിയെയും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള സംസാരം വന്നത്. തീർച്ചയായിട്ടും അത് അരുൺകുമാർ ഇന്ന് രാവിലെ അരുൺകുമാറിൻ്റെ ചാനലിൽ അദ്ദേഹം ഇരുന്ന് വാർത്ത വായിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വാർത്ത എന്താണെന്ന് നോക്കാൻ നമ്മളെല്ലാ ചാനലും നോക്കുമല്ലോ. അതിൻ്റെ നോക്കുന്ന കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനൽ നോക്കിയപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ്, നിനക്ക് നാണമില്ലേ ഇങ്ങനെ നിന്ന് വാർത്ത വായിക്കാൻ? ബോച്ചയെ വലിയ രീതിയിലൊക്കെ അധിക്ഷേപിച്ച് ബോച്ചയെ വലിയ രീതിയിലൊക്കെ ബോച്ചയ്ക്കെതിരെ സംസാരിച്ചിട്ട് ഒരു പെൺകുട്ടിക്ക്, അത് 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിൽ സംസാരമൊക്കെ ദ്വയാർത്ഥ പ്രയോഗമൊക്കെ നടത്തിയിട്ട് പിന്നെയും ഇവിടെ വന്ന് നിന്ന് വാർത്ത വായിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അധിക്ഷേപപരമായി തന്നെയാണ് അദ്ദേഹത്തെയും നേരിടുന്നത്. അപ്പോൾ ചിലർ പറയുന്നു ബോച്ചയാകാൻ അദ്ദേഹം ശ്രമിക്കുമെന്നോ, ഒന്ന് ബോച്ചയാകാൻ ശ്രമിച്ചതാണ്, അതാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു. ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇപ്പോൾ കിരീടത്തിലെ സേതുമാധവൻ ആ സമയത്ത് അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരാളെ കണ്ടു നിൽക്കാൻ കഴിയാതെ അയാൾ പെട്ടുപോയതാണ്. പിന്നീടാണ് അയാൾ അതിൽ എന്തിനു ചെന്ന് ചാടി എന്ന് മനസ്സിലാക്കുന്നത്. പെട്ടുപോയതോടുകൂടി ജീവിതം തീർന്നു എന്നുള്ള ഒരു സന്ദേശമാണ്. നമ്മൾ വിവേകത്തോടു കൂടി ചില സമയത്ത് പെരുമാറണമെന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ചില വാക്കുകൾ അപ്പോഴത്തെ നമ്മുടെ മാനസിക ആ വാർത്ത പറയുന്നതിൻ്റെ ആ ലെവലിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും പല മോശപ്പെട്ട വാക്കുകളും വന്നു പോയേക്കാം. അത് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാളെ പരമാവധി ക്രൂശിക്കാൻ കഴിയുമോ ആ തരത്തിൽ ക്രൂശിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ അരുൺകുമാറിനെ നമ്മൾ ക്രൂശിക്കുന്നില്ല, പക്ഷെ സപ്പോർട്ടും ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം. അരുൺകുമാർ ഇപ്പോൾ ഒരു ഡിബേറ്റ് നടത്തിയത് വഷളന്മാർ പഠിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വഷളന്മാർ സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നവർ ആരാണെങ്കിലും അവർക്ക് തക്കതായ മറുപടി നൽകണം, അവർക്ക് തക്കതായ ശിക്ഷ നൽകണം. അത് തന്നെയാണ് നമ്മളൊക്കെ പറയുന്നത്. അരുൺകുമാർ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനെ അറിയാവുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഡോക്ടർ അരുൺകുമാർ ഒരിക്കലും മനഃപൂർവ്വം അത്തരത്തിൽ ഒരു പ്രയോഗം നടത്തില്ല എന്നുള്ളത്. അത് ആ സമയത്ത് കളിതമാശയുടെ ഇടയിൽ വന്നു പോയതാണ്. അതിനെ നമുക്ക് അരുൺകുമാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് മനഃപൂർവ്വം അദ്ദേഹം പറയാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊന്നും ഞാനൊരിക്കലും പറയില്ല. കാരണം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഇടയ്ക്ക് ചില തമാശകൾ വരാം, ചില കളി തമാശകൾ. അത് ചിലപ്പോൾ ദ്വയാർത്ഥത്തിലാണോ നമ്മൾ പറയുന്നത്, അതിന് മറ്റർത്ഥങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ പലതും ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുമ്പോഴും കൂട്ടം കൂടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളതൊരു തമാശ രൂപേണ എടുത്ത് കളയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ഇപ്പോൾ കുന്തിദേവി എന്നൊരു പ്രയോഗം നടത്തി. മാത്രമല്ല അദ്ദേഹം പല ചാനലുകളിലും വന്നിരുന്ന ഇൻ്റർവ്യൂ നടത്തുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അവിടെ എങ്ങനെയാണ് അവിടെ അംഗീകാരം ഉണ്ടാകുന്നത്? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു ത്വരയുണ്ടാകുന്നത്, അല്ലേ? ഒരു തവണ ഒരു കാര്യം പറയുമ്പോൾ അത് എനിക്ക് താല്പര്യമില്ല എങ്കിൽ ഞാൻ അതിന് ചിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബുദ്ധി ഉദിക്കുന്നത്. ഇങ്ങനെയാണ് അയാൾ സംസാരിച്ചത്, എന്നാൽ അയാൾക്കെതിരെ ഒരു പരാതി അങ്ങ് കൊടുത്തേക്കാം
ഇപ്പോൾ കോടതി സിദ്ദിഖിൻ്റെ വിഷയത്തിൽ ആ പെൺകുട്ടിയോട് ആ ഇരയോട് ചോദിച്ചത് എന്താണ്? നിങ്ങൾക്ക് പോലീസിൽ വന്ന് പറയാൻ ഭയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയമില്ലായിരുന്നല്ലോ എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ അതുപോലെ നമ്മളെ മുന്നിലിരുന്ന് വൾഗറായി ദ്വയാർത്ഥ പ്രയോഗത്തോടെ സംസാരിക്കുമ്പോൾ നമുക്കത് താല്പര്യമില്ല എങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഹണി റോസ് പറയുന്നുണ്ട്, ഞാൻ ഫണ്ട് വാങ്ങിയിട്ട് 3 ഇനാഗുറേഷനാണ് ഹണി റോസ് നടത്തിയത്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട 3 സ്ഥാപനങ്ങളിലാണ് അവർ ഇനാഗുറേഷൻ നടത്തിയത്. അവരോട് അത്തരത്തിലൊരു പ്രയോഗം നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മാനസികമായി ഒരുപാട് ദുഃഖമുണ്ടാക്കി കാണും. അവർ എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല? പിന്നീട് അവർ ഇവരുടെ മാനേജേഴ്സിനെയൊക്കെ വിളിച്ചു, ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊരു നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊന്നും ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാത്തത് കൊണ്ടാണ് നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോയതെന്ന് പറയുന്നു. ശരി, അത് സമ്മതിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ദ്വയാർത്ഥ പ്രയോഗം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചിരുത്തി പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഡബിൾ മീനിങ്ങും അതിൻ്റെ മുകളിലുള്ള മീനിങ്ങിലുമാണ് ബോബി ചെമ്മണ്ണൂർ മറുപടി പറയുന്നത്. എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിക്കുന്നില്ല? ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരം ശരി, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ശരിയാണ്. ഇപ്പോൾ ഈ ഫ്ലോറിൽ മൈത്രേയൻ വന്നു. മൈത്രേയൻ വന്ന സമയത്ത് മൈത്രേയൻ പറയുന്നത് എല്ലാം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മൈത്രേയൻ പറയുന്നത് ചിലപ്പോൾ മൈത്രേയൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മൈത്രേയനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നോ നോക്കുമ്പോൾ ശരിയായിരിക്കാം. എന്നെ സംബന്ധിച്ച് മൈത്രേയൻ പറയുന്നത് എനിക്ക് ശരിയായി തോന്നാത്തത് കൊണ്ടാണ് അയാൾ എന്നെ വളരെ മോശമായി, എന്നെ കണ്ടാൽ കുളിക്കണം എന്ന് വരെ വളരെ മോശം എന്നോട് പലരും പറഞ്ഞു. അതിനെതിരെ അയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന്. പക്ഷേ എൻ്റെ സ്ഥാപനം വിളിച്ചു വരുത്തിയ ഒരാളെ ഞാൻ എൻ്റെതായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിലപ്പുറം അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഞാനത് വിട്ടത്. പക്ഷെ എൻ്റെ രീതിയിൽ ഞാൻ ആ ഫ്ലോറിൽ ഇരുന്ന് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഏത് സമയത്തും ആരുടെ മുഖത്ത് നോക്കിയും പ്രതികരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ പ്രതികരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അരുൺകുമാർ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ ഒരിക്കലും ആരും നമ്മുടെ ശത്രുക്കളല്ല. ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ 2 ഭാഗവും നിങ്ങൾ തുലനം ചെയ്യണം, 2 ഭാഗവും നിങ്ങൾ കേൾക്കണം. റീച്ച് കൂട്ടാൻ വേണ്ടി ഒരാളെ ക്രൂശിച്ചുകൊണ്ട് ഒരാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ മറുഭാഗത്ത് നമ്മൾ എപ്പോഴാണ് പെട്ടുപോകുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. നിങ്ങൾ ചെയ്തത് ശരിയോ തെറ്റോ അത് ബാലാവകാശ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അത് പോലീസ് തീരുമാനിക്കട്ടെ. നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ഒരു കാര്യം ചെയ്യും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ചെയ്യില്ല എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത്. അരുൺകുമാറിനെ പോലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കെതിരെ സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമ്പോൾ അത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയോടാണ് നിങ്ങൾ ദ്വയാർത്ഥമല്ല എന്ന് ചിന്തിച്ചിട്ടും അത് ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ള രീതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എല്ലാ മാധ്യമപ്രവർത്തകരും, നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുക, എല്ലാ തെറ്റ് ചെയ്യുന്നവരെയും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണമെന്നല്ല. പക്ഷേ എല്ലാത്തിൻ്റെയും 2 വശങ്ങൾ നോക്കി 2 പേർക്കും നീതി വേണം. ഇരയ്ക്കും വേട്ടക്കാരനും നീതിയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. വേട്ടക്കാരനും നീതിയുണ്ട്, കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും നീതി വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അരുൺകുമാർ ഇതിന് ഒരു വിശദീകരണം നമുക്ക് തന്നില്ല എങ്കിലെന്നല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങളൊരു വിശദീകരണം കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. പറയാൻ കഴിയില്ല. ഇപ്പോൾ 1000 ഏക്കറിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ചുകൊണ്ട് പോയതുപോലെ പോലീസ് ഒരു ദിവസം റിപ്പോർട്ടർ സ്റ്റാളിൻ്റെ അകത്ത് കയറി നിങ്ങളെയും തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ വലിയ സമയമൊന്നും വേണ്ട. കാരണം പോക്സോ കേസ് നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതയുണ്ട് എന്നും പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അരുൺകുമാർ ഒരർത്ഥത്തിലും ആയിരിക്കില്ല, അത്തരത്തിൽ തെറ്റായ ചിന്തയിലായിരിക്കില്ല അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു വിശദീകരണം നൽകേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിനുണ്ട്. ബോച്ചയെ ഇത്രയും ക്രൂശിച്ച അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാനുള്ള വ്യക്തമാക്കണം അദ്ദേഹം. കാരണം ബോച്ചയുടെ നിലപാട് ജയിലിൽ കിടന്നാണെങ്കിലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വഷളന്മാർ പഠിക്കുക തന്നെ വേണം. തീർച്ചയായും.